ആ തമ്പുരാൻ നിന്റെ ഹീറോയാണ്. രണ്ടുപേരെ തൊട്ട് പറ, തമ്പുരാൻ. തെറ്റിപ്പോകല്ലേ. തമ്പുരാൻ എൻ്റെ ഹീറോയാണ്. അല്ലെ, ഇന്ന് ജീവിച്ച നാളെ മരിക്കുന്ന ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എൻ്റെ ഹീറോ. പകരം കമാൺ, ഒരിക്കൽ കൂടെ ഇന്ന് പകൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കമാൺ, ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എൻ്റെ ഹീറോ. ഏതോ ഫ്രീ മേസൺ ഉടമസ്ഥനല്ല എൻ്റെ ഹീറോ. ഏതോ സാത്താന്യ ആരാധനക്കാരനായി കറുപ്പ് വിട്ട് നടക്കുന്ന ഏതോ ഭൂതത്തിന്റെ ഏജന്റ് അല്ല എൻ്റെ ഹീറോ. ഓ, മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നിന്റെ ഹീറോ. വ്യക്തമായി പറഞ്ഞാൽ എമ്പുരാനല്ല നിന്റെ ഹീറോ, തമ്പുരാനാണ് എന്റെ ഹീറോ. എല്ലാ മന്ത്രവാദിയും കേൾക്കണം, എല്ലാ ഇലുമിനാറ്റി കേൾക്കണം, നിന്റെ ഭൂതം, എല്ലാ സാത്താൻ ആരാധനക്കാരൻ എന്ന് പകൽ കേൾക്കണം. ലൂസിഫർ ആരാണെന്ന് അറിയാമോ? അവൻ നിന്ദ്യമായ ചുള്ളി, അവൻ ഉണങ്ങിയ വിറക് കമ്പ്. ഓ, യെശയ്യാ പ്രവചനം 14:19, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു. പുല്ലുണങ്ങും ഭൂവാടും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സാത്താൻ ഒരു നിന്ദ്യമായ ചുള്ളി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനാകുമെന്ന് പറഞ്ഞ് കെരൂബായ ലൂസിഫർ ഞാൻ മേലെ കയറുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സാരമില്ല, ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത്, നിഗളിക്കല്ലേ. നിഗളം ഒന്നാമത്തെ പാപം. ദൈവം ആ ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ദൈവം ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. കണ്ടവരുണ്ടായിരിക്കും. കമോൺ, മാനസാന്തരപ്പെട്. സ്തോത്രം. അതെ, ദൈവം ലൂസിഫറിനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ഇന്ന് പകൽ ശത്രുവേ കേൾക്ക്, നീ ഉണങ്ങിയവനാണ്. യെശയ്യാ 14:19 ഞാൻ വീണ്ടും പറയട്ടെ, സാത്താൻ ഉണങ്ങിയ ചുള്ളിയാണ്. നിന്നെയോ നിന്ദ്യമായ ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റം മരിച്ച് കുഴിയിലേക്ക് കല്ലോളം ഇറങ്ങിയവനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. തിരുവചനം പറയുന്നു, ബട്ട് യു ആർ കാസ്റ്റ് ഔട്ട് യുവർ ഗ്രേവ് ലൈക്ക് ആൻ അബോമിനേറ്റ് ബ്രാഞ്ച്. തള്ളിക്കളഞ്ഞതായ ഒരു ബ്രാഞ്ചായി നിന്ദ്യമായ ചുള്ളി പോലെ ദൈവം നിന്നെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഓഹോ, നിന്ദ്യമായ ചുള്ളി, ദാറ്റ് മീൻസ് ഉണങ്ങിയ വിറക് കമ്പ്. അപ്പൊ ദൈവം ആരാണ്? നല്ല കമ്പാരിസൺ നോക്ക്. ദൈവം ആരാണ്? എബ്രായർ 12:29, എബ്രായർ 12:29, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. എന്തൊരു കോമ്പിനേഷൻ! തമ്പുരാൻ എൻ്റെ ഹീറോ. അതെ, സ്തോത്രം. കാണാൻ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവൻ വിശ്വാസത്തിന്റെ കർത്താവാണ്. ലൂക്കോസ് സുവിശേഷം 1:37 മാലാഖ ഇറങ്ങി നിന്ന് മറിയോട് ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ശബ്ദം ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. ആർക്ക്? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. One more time. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അതേ ദൈവം തന്നെ, അതേ സ്തോത്രം. അതേ, മറ്റൊരു കൂട്ടരെ നോക്കി പറഞ്ഞു, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടെ, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ ഒരു മാലാഖയുടെ സപ്പോർട്ട് വേണ്ട, ഒരു കെരൂബിന്റെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല, ഒരു ഡോക്ടറുടെ കത്തി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ആവശ്യമില്ല, ഒരു വക്കീലിന്റെ വാദം ദൈവത്തിന് വേണ്ട, ഒരു പഞ്ചായത്തിന്റെ റെക്കമെൻഡേഷൻ ദൈവത്തിന് വേണ്ട. ഖമാൻ, യേശുവിൻ നാമത്തിൽ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കല്ല. പകരം പറ, ആരുമില്ലെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ.
കാരണം അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവം സ്തോത്രം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങുന്നവൻ അവൻ പറഞ്ഞു മർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കേൾക്ക്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഹേ, രണ്ട് കൂട്ടർക്ക് സ്തോത്രം സകലതും സാധ്യം. രണ്ട് കൂട്ടർക്ക് ഗ്യാരണ്ടിയായി പറയുന്നു. ഈ പുസ്തകം പറയുകയാണ് രണ്ട് കൂട്ടർക്ക് സകലതും സാധ്യം. ഒന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന അതേ ദൈവത്തിന് സകലതും സാധ്യം. രണ്ട്, ആ ദൈവത്തെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് അവന്റെ ആത്മാവിൽ നിറഞ്ഞ് അവനെ ആരാധിച്ച് ഈ വിശുദ്ധ പുസ്തകം പിടിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. നിന്റെ വീട്ടിൽ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഈ മാർച്ച് 30 ആ ഡിക്ഷണറിയിൽ കാണുന്ന ആ വൃത്തികെട്ട വാക്കിനെ ചുവന്ന മഷി കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് സൈഡിൽ എഴുതണം വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. നിങ്ങൾ ചോദിക്കും വെട്ടിക്കളയുടെ വാക്ക് ഏതാണ്? മനുഷ്യനാൽ അസാധ്യം. സ്തോത്രം. ഏത് വാക്കാണ് വെട്ടിക്കളയേണ്ടത്? ഇംപോസിബിൾ, അസാധ്യം എന്ന് പറയുന്ന വാക്കിനെ ക്യാൻസൽ ചെയ്. ഓ, നടക്കത്തില്ല എന്ന് പറയുന്ന വാക്കുകളെ ക്യാൻസൽ ചെയ്. കാരണം വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കുട്ടികൾ നോക്കിയേ, നിന്റെ ക്ലാസ്സിൽ ആർക്കും കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സാധ്യമാണ്. നിന്റെ സ്കൂളിലും കോളേജിലും വേറെ ആർക്കും സാധിക്കാത്തത് കർത്താവിന്റെ മഹത്വത്തിനായി നിന്റെ ജീവിതത്തിൽ നിന്റെ എഡ്യൂക്കേഷനിൽ സാധ്യമാണ്. നിന്റെ പ്രൊഫഷനിൽ കേരള സംസ്ഥാനത്ത് ആരും കാണാത്തത് നിന്റെ ഓഫീസിൽ നിനക്കായി ഉദിക്കുന്ന സൂര്യനെ പോലെ ഉദിക്കുവാൻ പോകുന്നു, ലഭിക്കാൻ പോകുന്നു. സകലതും വിശ്വസിക്കുന്നവന് സാധ്യം. നിന്റെ ബിസിനസ്സിൽ വേറെ ആർക്കും തുറക്കാത്തത് നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്നു. ഗെറ്റ് റെഡി. ദൈവത്താൽ സകലതും സാധ്യം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ വിശ്വാസം കണ്ട സ്തോത്രം, വിശ്വാസത്താൽ വിടുതൽ കണ്ട, വിശ്വാസത്താൽ അത്ഭുതങ്ങളെ കണ്ട ഒരു 16 പേരെയാണ് സ്തോത്രം എബ്രായലേഖനം 11 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 16 പ്രസംഗങ്ങളാണ് ഏറ്റവും കുറഞ്ഞത്. അത് 16 വ്യക്തിത്വങ്ങളെയാണ് എബ്രായലേഖനം 11 അധ്യായത്തിൽ ഹാൾ ഓഫ് ഫെയിം അഥവാ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇതുവരെ കേട്ടിട്ടില്ല, ശ്രദ്ധിക്ക്. 16 എന്നത് വിച്ച് ഈസ് ദ നമ്പർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സംഖ്യയാണ്. സ്തോത്രം 16. ഒരിക്കൽ കൂടെ, സ്നേഹത്തിന്റെ സംഖ്യയാണ് 16. എങ്ങനെ പറയാൻ കഴിയും സ്നേഹത്തിന്റെ സംഖ്യയാണ് 16 എന്ന്? 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം സ്നേഹത്തിന്റെ അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം which is a charismatic chapter. അന്യഭാഷയെ കുറിച്ച്, ദൈവശക്തിയെ കുറിച്ച്, ഓർഡർ ഓഫ് ദ സർവീസ്, ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് പറയുന്നതായ അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം റിസറക്ഷൻ ചാപ്റ്റർ, ഉയർപ്പിന്റെ അധ്യായം. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം സ്നേഹത്തിന്റെ അധ്യായം. ശബ്ദമുയർത്തി പറഞ്ഞ എന്തോ അധ്യായം? സ്നേഹത്തിന്റെ അധ്യായം. ആ സ്നേഹത്തിന്റെ അധ്യായത്തിൽ 16 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ നന്മയായി തന്മയായി പൗലോസ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, 16 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ നന്മയായി തന്മയായി സ്നേഹത്തിലൂടെ വെളിപ്പെടുന്ന 16 നന്മകളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിന് കണക്ക് തെറ്റുകയില്ല. കാരണം അവൻ കണക്കിന് ചമച്ച ദൈവമാണ്. സോ 16 which is the number of love, അത് സ്തോത്രം, അതെ സ്നേഹത്തിന്റെ സംഖ്യയാണ്. നമുക്കറിയാം ദൈവത്തിന് സ്നേഹം ഉണ്ട് എന്നല്ല, ദൈവം സ്നേഹം തന്നെ. ഒരിക്കൽ കൂടെ, ദൈവം സ്നേഹം തന്നെ. മലക്കി 1:2, 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16 3 വാക്യങ്ങൾ ഒരേപോലെ പറയുന്നു. ദൈവം സ്നേഹം തന്നെ. ആരെ പോലെ? യെശയ്യാ 49:15 ഒരമ്മ മറന്നാലും ദൈവം നിന്നെ മറക്കുന്നില്ല. 103 സങ്കീർത്തനം 13 വാക്യം അപ്പനെ പോലെ ദൈവം നിന്നെ കരുണ കാണിക്കുന്നു. യിരെമ്യാ പ്രവചനം 31:3 നിത്യമായ സ്നേഹത്താൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എബ്രായലേഖനം 13:5 ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല.
54:10 പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. സകല വാക്യങ്ങളെ ചേർത്ത് വെച്ച് ഒരുമിച്ച് പറയട്ടെ. മറക്കാത്തവനായ ദൈവം, കർണം തീർന്നു പോകാത്തവനായ ദൈവം, മാറാത്തവനായ ദൈവം, കൈവിടാത്തവനായ ദൈവം എന്നും നിന്നോട് കൂടെയുണ്ട്. എന്നും നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. നീ തീയിലൂടെ കടക്കുമ്പോൾ അവൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല. അർദ്ധരാത്രിയിൽ അവൻ സ്നേഹിതനാണ്. താഴ്വരയിൽ അവൻ താമര പൂവാണ്. ജീവിതത്തിൽ പിടയ്ക്കുമ്പോൾ അവൻ നിന്റെ ആശ്വാസമാണ്. കൊടുങ്കാറ്റിൽ അവൻ നിന്റെ ശരണമാണ്. ഓ തീച്ചൂളയിൽ അവൻ ഒന്നാമനായി ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്നവനാണ്. കമാൺ ദൈവപൈതലേ, ധൈര്യമായിരിക്കെ. ഹല്ലേലൂയ. നീ ഏകൻ അല്ല. നിനക്കൊരിക്കലും ഏകനായി ഇരിപ്പാൻ കഴിയത്തില്ല. ദൈവം അനുകൂലസ്ഥനായി മറ്റേതൊരു സമയത്തെക്കാളും സീസണെക്കാളും ശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആ തമ്പുരാൻ നിന്റെ ഹീറോയാണ്. രണ്ടുപേരെ തൊട്ട് പറ, തമ്പുരാൻ. തെറ്റിപ്പോകല്ല. തമ്പുരാൻ എന്റെ ഹീറോയാണ്. ഇന്ന് ജീവിച്ച നാളെ മരിക്കുന്ന ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എന്റെ ഹീറോ. പകരം ഒരിക്കൽ കൂടെ ഇന്ന് പകൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖമാൻ, ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എന്റെ ഹീറോ. ഏതോ ഫ്രീ മേസൺ ഉടമസ്ഥനല്ല എന്റെ ഹീറോ. ഏതോ സാത്താന്യ ആരാധനക്കാരനായി കറുപ്പ് വിട്ട് നടക്കുന്ന ഏതോ ഭൂതത്തിന്റെ ഏജന്റ് അല്ല എന്റെ ഹീറോ. ഓ, മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നിന്റെ ഹീറോ. വ്യക്തമായി പറഞ്ഞാൽ എമ്പുരാനല്ല നിന്റെ ഹീറോ, തമ്പുരാനാണ് എന്റെ ഹീറോ. എല്ലാ മന്ത്രവാദിയും കേൾക്കണം, എല്ലാ ഇലുമിനാറ്റി കേൾക്കണം, നിന്റെ ഭൂതം, എല്ലാ സാത്താൻ ആരാധനക്കാരൻ എന്ന് പകൽ കേൾക്കണം. ലൂസിഫർ ആരാണെന്ന് അറിയാമോ? അവൻ നിന്ദ്യമായ ചുള്ളി, അവൻ ഉണങ്ങിയ വിറക് കമ്പ്. ഓ, യെശയ്യാ പ്രവചനം 14:19 ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു. പുല്ലുണങ്ങും, ഭൂവാടും, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സാത്താൻ ഒരു നിന്ദ്യമായ ചുള്ളി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനാകുമെന്ന് പറഞ്ഞ് കെരൂബായ ലൂസിഫർ ഞാൻ മേലെ കയറുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സാരമില്ല, ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത്, നിഗളിക്കല്ലേ. നിഗളം ഒന്നാമത്തെ പാപം. ദൈവം ആ ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ദൈവം ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. കണ്ടവരുണ്ടായിരിക്കും. കമോൺ, മാനസാന്തരപ്പെട്. സ്തോത്രം. അതെ, ദൈവം ലൂസിഫറിനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ഇന്ന് പകൽ ശത്രുവേ കേൾക്ക്, നീ ഉണങ്ങിയവനാണ്. യെശയ്യാ 14:19 ഞാൻ വീണ്ടും പറയട്ടെ. സാത്താൻ ഉണങ്ങിയ ചുള്ളിയാണ്. നിന്നെയോ നിന്ദ്യമായ ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റം മരിച്ച് കുഴിയിലേക്ക് കല്ലോളം ഇറങ്ങിയവനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. തിരുവചനം പറയുന്നു, ബട്ട് യു ആർ കാസ്റ്റ് ഓവർ യുവർ ഗ്രേവ് ലൈക്ക് ആൻ അബോമിനേറ്റ് ബ്രാഞ്ച്. തള്ളിക്കളഞ്ഞതായ ഒരു ബ്രാഞ്ചായി നിന്ദ്യമായ ചുള്ളി പോലെ ദൈവം നിന്നെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഓഹോ, നിന്ദ്യമായ ചുള്ളി, ദാറ്റ് മീൻസ് ഉണങ്ങിയ വിറക് കമ്പ്. അപ്പൊ ദൈവം ആരാണ്? നല്ല കമ്പാരിസൺ നോക്ക്. ദൈവം ആരാണ്? എബ്രായർ 12:29. എബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. എന്തൊരു കോമ്പിനേഷൻ! തമ്പുരാൻ എന്റെ ഹീറോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. സാധാ പാസ്റ്റർമാരിത് പറയത്തില്ല. സ്തോത്രം. അയ്യോ ബ്രദറെ, ചത്തുപോകത്തില്ലയോ? നോ, യേശുവിന് വേണ്ടി ചാകണമെന്ന് പറയുന്നവൻ ജീവിക്കും. യേശുവിനെ കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നവൻ ചാകും. യേശുവിനെ കൊണ്ട് ജീവിക്കുന്നവൻ ചാകും. യേശുവിനെ വേണ്ടി ചാകണം എന്ന് പറയുന്നവൻ ജീവിക്കും.
ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ പറയും. പുട്ടും കടലയുമല്ല, ദോശയും ചമ്മന്തിയുമല്ല, ഇഡലിയും സാമ്പാറുമല്ല, സ്തോത്രം, തീയും വിറകുമാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള 3.5 കോടി മലയാളികൾ കേൾക്കട്ടെ, യേശുവിൻ നാമത്തിൽ ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. എന്റെ ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ, സാത്താൻ ഉണങ്ങിയ വിറകുമല്ലയോ. പിശാചിന്റെ പ്രവൃത്തികളെ അടിച്ചവനായ എന്റെ തമ്പുരാൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവനായ എന്റെ തമ്പുരാൻ, പഴയ പാമ്പായ ലൂസിഫറിന്റെ തലയെ ക്രൂശിൽ മേൽ വെച്ച് തകർത്ത എന്റെ തമ്പുരാൻ, പഴയ പാമ്പായ സാത്താന്റെ തലയെ കാൽവരി ക്രൂശിൽ മേൽ വെച്ച് തകർത്ത എന്റെ തമ്പുരാൻ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാല് ഈ സെയിം കാര്യം പറയുന്നത് കാണാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം. അവിടെ ഞാൻ പറയുന്ന ആശയങ്ങൾ ക്ലിയർ ആണ്. പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം. അപ്പോ ഈ പാമ്പെന്ന് പറയുന്ന സാധനം അത് സാത്താന് നിഴലാണ്. അപ്പോ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് അവരുടെ ഇടയിൽ ഇറങ്ങിയ അഗ്നിസർപ്പം ജനത്തെ കടിച്ചതിന്റെ പരിഹാരമായിട്ടാ. യേശു പറയുന്നു, ഈ കാലഘട്ടത്തിലും ഇതുപോലൊരു പാമ്പ് കടി നടക്കുന്നുണ്ട്. പക്ഷെ ആ പാമ്പ് ആകൃതിയുള്ള ഒരു പാമ്പല്ല, രൂപമുള്ള ഒരു പാമ്പല്ല. പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. സ്തോത്രം. അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. കേട്ടോണേ, ഇത് കടിച്ചതിന്റെ പ്രശ്നമാണ് ഈ കടിയേൽക്കുന്നവനെല്ലാം തെറ്റിപ്പോകുക. ഒന്നും കൂടെ പറഞ്ഞാൽ, അവൻ ബൈബിളിന്റെ പ്രമാണത്തിനെതിരാണ് തെറ്റിപ്പോകുന്നവൻ. അവൻ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്. പോണ്ടെന്നാ ഞാൻ കരുതുന്നേ. ഈ തെറ്റിച്ചു കളയുന്ന ഈ വിഷം, ഇത് ഒരുപാട് പേര് കയറിയിരിക്കുകയാണ്. ആ തെറ്റിച്ചു കളയുക എന്നൊക്കെ പറയുമ്പോൾ ഡിസീവർ എന്നാണ്. ദ ഡിസീവർ ഓഫ് ദി ഹോൾ വേൾഡ്. ദ ഡിസീവർ, തെറ്റിക്കുകയാണ്. എന്നോടൊപ്പം വരണം. ഈ ഡിസീവർ എന്ന് പറയുമ്പോൾ ഒരു 6 വിധത്തിലുള്ള അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. വഞ്ചിക്കുക, ചതിക്കുക, അകപ്പെടുത്തുക, കബളിപ്പിക്കുക, അബദ്ധത്തിൽ ചാടിക്കുക, വഴിതെറ്റിക്കുക. അങ്ങനെയാ. അപ്പൊ ഈ പിശാചും സാത്താനും എന്ന പാമ്പ് ആളുകളെ കടിക്കുമ്പോ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന വെനം, അത് മനുഷ്യനെ തെറ്റിക്കുകയാണ്, മനുഷ്യനെ വഞ്ചിക്കുകയാണ്, മനുഷ്യനെ ചതിക്കുകയാണ്, മനുഷ്യനെ അകപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടം മുഴുവൻ വഞ്ചനയല്ലേ പ്രിയരെ നമ്മൾ കാണുന്നത്? അല്ലേ? ഈ കാലഘട്ടം മുഴുവൻ നമ്മൾ ചതിയെയല്ലേ കാണുന്നത്? എന്തെന്തെല്ലാം ചതിപ്രയോഗങ്ങളാണ് ഈ കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചെറിയ വിധം തൊട്ട് വമ്പൻ പരിപാടികളായിട്ടത് മാറുകയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ശബരിനാഥ് എന്ന് പറയുന്ന ഒരു 19കാരൻ
200 കോടിയുടെ ചതി ടോട്ടൽ ഫോർ യു. അത് കഴിഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ഈ അടുത്ത സമയത്ത് 1200 കോടിയുടെ ചതി. പകുതി വിലയ്ക്ക് 2 വീലർ കൊടുക്കുന്നു പോലും. ചതിയാണ്. ഇനി അത് കഴിഞ്ഞ് ഇപ്പോ മയക്കുമരുന്ന് ചതിയാണ്. ഈ അടുത്ത സമയങ്ങളിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ചർച്ച, ആ ചർച്ചയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അപ്പൻ ആ ചർച്ചയിൽ ഇരുന്ന് നികേഷ് കുമാറിനോട് സംസാരിക്കുകയാണ്, അല്ല ഹാഷ്മിയോട് സംസാരിക്കുകയാണ്. നിങ്ങളത് ഹാഷ്മിയുടെ ആ ടോക്ക് നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന്റെ യൂട്യൂബിൽ ലഭ്യമാണ്, നോക്കിയാൽ മതി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആദ്യമായിട്ട് മയക്കുമരുന്ന് കൊടുക്കുന്നത് കിൻഡർ ജോയ്ക്കകത്താണ്. കിൻഡർ ജോയ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് കിൻഡർ ജോയ്. കിൻഡർ ജോയ് കൊടുത്തപ്പോൾ ഒരു പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് മിൽക്കി ബാർ ചോക്ലേറ്റ് കൊടുത്തു, ഒരു പൊടി ഇട്ടാ കൊടുക്കുന്നത്. ആ പൊടി മയക്കുമരുന്നാണ്. വീണ്ടും വീണ്ടും അത് കഴിക്കണമെന്നുള്ള ഒരു ആവേശം ഉണ്ടാകുകയാണ്. ഈ അടുത്ത സമയത്ത് ചർച്ചയല്ലായിരുന്നോ, സ്കൂളുകളുടെ അടുക്കലുള്ള കടകളിലൊക്കെ മയക്കുമരുന്ന് കലർത്തിയ മിഠായി. നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് 5-10 രൂപയൊക്കെ കൊണ്ടുപോയി ഉച്ചക്കൊക്കെ നമ്മളൊക്കെ അത് ചെയ്യുമായിരുന്നല്ലോ. ചെറിയ കടയിലൊക്കെ ചെന്ന് മിഠായിയൊക്കെ മേടിച്ച്. പക്ഷെ ഇതിനകത്തെല്ലാം മറ്റേ ഐറ്റം ഉണ്ടെന്ന്. ചതിയാണ്, ചതി. അപ്പൊ ഈ ചതിയുടെ പിന്നിൽ ആരാണുള്ളത്? ദ ഡിസീവർ ഓഫ് ദി വേൾഡ്. ആ ഡിസീവർ ആണുള്ളത്. ചതിക്കുന്ന, വഞ്ചിക്കുന്ന, അകപ്പെടുത്തുന്ന, കബളിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന വ്യാപാരം. ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചതിക്കുകയോ ചതിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ പഴയ പാമ്പിന്റെ ദംശനമേറ്റിട്ടുണ്ട്, കടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വഞ്ചിക്കാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് ചതിക്കാൻ കഴിയൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന എന്റെ ചിന്ത. അപ്പൊ ഈ പാമ്പ് ഒരക്ഷരിക പാമ്പല്ല. മനുഷ്യനെ പ്രലോഭിപ്പിച്ച് പാപവഴികളിലേക്ക് നടത്തുന്ന, ദൈവത്തോടുള്ള അനുസരണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന പഴയ പാമ്പ്. ഇതിന്റെ പ്രലോഭനങ്ങളൊക്കെ പല വിധത്തിലാണ് കേട്ടോ. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ചർച്ചയായ ഒരു ചലച്ചിത്രമാണ് എമ്പുരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളുമായിട്ട് ഒരർത്ഥത്തിൽ ചേരുന്ന കാര്യമല്ല എമ്പുരാൻ. ഞാന് അതങ്ങനെ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന ആ വാക്കില്ലേ, എമ്പുരാൻ, ഞാൻ അതിന്റെ അർത്ഥം നോക്കി. വീണുപോയ മാലാഖ എന്നാണ്. ആരാണ് വീണുപോയ മാലാഖ? ആരാണ് വീണുപോയ മാലാഖ? കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരാടാ വീണുപോയ മാലാഖ? ലൂസിഫർ. അത് തന്നെയാണ് സാധനം, അത് തന്നെയാണ് സാധനം. വീണുപോയ മാലാഖ, പ്രഭു. അങ്ങനെയാണ് ഈ അർത്ഥം കാണുന്നത്. ഇതൊരു ബൈബിൾ സ്റ്റഡി ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ആ പ്രഭു എന്ന് പറയുന്ന പദത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കായിരുന്നു. ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ആകാശത്തിന്റെ പ്രഭു എന്ന് പറയുന്നുണ്ടല്ലോ, ആകാശത്തിന്റെ അധികാരി, പ്രിൻസ് ഓഫ് ദി എയർ. ആകാശത്തിന്റെ ആ അധികാരി, ആ പ്രിൻസ് എന്ന് പറയുന്നത് അതാണ് പ്രഭു. ആർക്കോസ് എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പറയായിരുന്നു. അപ്പം
ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ. 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരുവനായ പൃഥ്വിരാജ്, സിനിമാ നടനാണ്, അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ പങ്കുവെച്ച ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതിനെ വികലമാക്കി പൃഥ്വിരാജ്. ആ പോസ്റ്റ് എൻ്റെ കയ്യിലുള്ളത്. അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വളരെ നിഷ്കർഷയായിട്ട് പറയുമ്പോൾ ഒരു ബൈബിൾ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണ്, നിങ്ങൾ അതിനകത്ത് പങ്കാളികളാകരുത്. അതിലെ പാട്ടുപാടി സിനിമയ്ക്ക് പണം കൊടുത്ത് അത് പോയിരുന്ന് കണ്ടിട്ട് ആ പകർച്ചയുമായിട്ട് നിങ്ങൾ തിരിച്ചു വരരുത്. പിശാചിനെ വാഴ്ത്തിപ്പാടുന്ന ഒന്നിനകത്ത് നമുക്ക് പങ്കാളിത്തമില്ല. ഇത് ചതിയാണ്, ഇത് വഞ്ചനയാണ്. ഞാൻ പറയാം, ഈ ശ്രവ്യ മാധ്യമങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ സിനിമകളല്ലായിരുന്നോ ഏറ്റവും അധികം കേരളക്കരയിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിച്ചത്? ഒരു കൊലപാതക രീതി തന്നെയുണ്ട്, ദൃശ്യം മോഡൽ കൊലപാതകം. കേരളത്തിൽ തന്നെ എത്ര കേസുകൾ അതിന്റെ പേരിലുണ്ടായി. ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക, എന്നിട്ട് അതിന്റെ മീതെ ഒരു നായയെ കൊന്നിടുക. ദൃശ്യം മോഡൽ കൊലപാതകം, വയലൻസും ഇതുപോലെയൊക്കെയുള്ള സകല നീതിയെയും അവഹേളിച്ചുകൊണ്ട്, സകല മാനുഷിക മൂല്യങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട് തിന്മയുടെ ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന വ്യാപാരങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ സജീവമാണ്. എന്നോട് പണ്ടെങ്കിലോ രാമൻ പറഞ്ഞാട്ട്, നമ്മൾ പാടേണ്ട പാട്ട് ഇല്യൂമിനാറ്റി ഒന്നുമല്ല. നമ്മൾ പാടേണ്ട പാട്ട്, മക്കളെ, ഇല്യൂമിനാറ്റി ഒന്നുമല്ല നമ്മൾ പാടേണ്ടത് കേട്ടോ. നമ്മൾ പാടേണ്ടത്, ഞാൻ കൊച്ചു പിള്ളേരോട് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളാ ഏറ്റവും അധികം ഇത്യാദി കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത്. ഞങ്ങളെ പോലെയുള്ളവരൊന്നും ഇതിന്റെ പിന്നാലെ പോവില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ ദിവസം എന്റെ മോൻ +2 പഠിക്കുകയാണ്. അവന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ എമ്പുരാൻ കാണാൻ തീരുമാനിച്ചു. ആ സ്കൂൾ ഇടപെട്ടു. അങ്ങനെ അവരത് ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞത്, അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം. കബളിപ്പിക്കുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന തിന്മയുടെ വ്യാപാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അതിനകത്തെ പദങ്ങളെല്ലാം ഒന്നും പറയുന്നില്ല. ആ പദങ്ങൾ എല്ലാം പറയാൻ എനിക്ക് ഒക്കുന്നില്ല. ഈ വേദിയെ അങ്ങനെ ആ പദങ്ങൾ പറഞ്ഞ്, സ്തോത്രം, എനിക്ക് തരം താഴ്ത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലെ പദങ്ങളൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ പദങ്ങളൊക്കെ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരു തിയേറ്ററിലും പോയി ഒരു സിനിമയും കണ്ടിട്ടില്ല. എനിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഇതിങ്ങനെ ഒരു വിവാദമായപ്പോ ഞാൻ ആ ടോക്കുകൾ കേട്ടു. അത് സംബന്ധമായി ഞാൻ വായിച്ചു. അതിൽ നിന്ന് പിടികിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, നമ്മൾ ഈ സ്ലോ പോയിസൺ എന്നൊക്കെ പറയത്തില്ലേ, സ്ലോ പോയിസൺ. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാനത് സംഭവങ്ങളൊന്നും വിരൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. ചിലപ്പോൾ ഇവിടെ കാണോ അടുത്തെങ്ങാണോ ആ സംഭവം ഉണ്ടായതെങ്കിൽ എനിക്കറിയത്തില്ല, സ്ഥലവും അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എന്തെല്ലാം വഞ്ചനകളും ചതികളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാമ്പ് കടിച്ചാൽ ചതിക്കപ്പെടുകയാണ്. എന്റെ പ്രിയ സഹോദരനെ, നിങ്ങൾ ആരെയെങ്കിലും ചതിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മേൽ ആ ഡിസീവറിന്റെ, ആ ചതിയന്റെ വ്യാപാരമുണ്ട്. നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയോ നിങ്ങളെ ഈ സാത്താന്യ വ്യാപാരം പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാ
ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന ദ ഡിസീവർ. ഇതിനെ ഗ്രീക്കിൽ വിളിക്കുന്ന പേര് പ്ലാനോസ് എന്ന്. പ്ലാനോസ് ഇതെന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? പ്ലാനോസ് 3 വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് ജനത്തെ അകറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. കണ്ടോ? ബൈബിളിൽ നിന്ന് എത്ര കൃത്യതയോടെ, എത്ര ആധികാരികതയോടെ പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്ന പ്രസംഗം, ആ തേജസ്സുള്ള സുവിശേഷം അത് ശോഭിക്കാതിരിക്കാൻ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം പറയും, എടാ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെയും കളിയുണ്ട്, കേറി കണ്ടോ. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവൻ ഫോണിൽ ക്രിക്കറ്റ് ഓണാക്കി വെച്ചോണ്ടിരിക്കുന്നേ. ഇവന് അതിന്റെ ഇടയ്ക്കിരുന്ന് ഫേസ്ബുക്കിൽ കയറുന്നു, വാട്സാപ്പിൽ കയറുന്നു. പിള്ളേരൊക്കെ ഇപ്പൊ ഇൻസ്റ്റായിക്കകത്താന്നാ പറയുന്നത്. ഇൻസ്റ്റായി കയറുന്നു, അങ്ങനെ വലിയ പരിപാടിയാണ്. പിന്നെന്തോടാ, എന്തോ സ്നാപ്ചാറ്റോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തുമില്ല. ടെലഗ്രാമോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെയാ സുവിശേഷം എത്ര ഭംഗിയായി പ്രസംഗിച്ചാലും അതിലേക്ക് വരത്തില്ല. എന്താ കാര്യം? കളിക്കാൻ പോകുന്നതിന് മണിക്കൂറുകൾ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് വിളിക്കും, ഓ ഞാൻ വരുന്നില്ല, മമ്മി പോക്കോ. എന്താ? ഇൻട്രസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണ് കുഞ്ഞെ ആത്മീക വിഷയത്തിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. എന്താ നിനക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഒന്ന് പാടാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ബൈബിൾ ഒന്ന് വായിക്കാൻ, ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ എന്നാ നിനക്ക് താല്പര്യമില്ലാത്ത? താല്പര്യം ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അതിന്റെ വെനം ഇൻജക്ട് ചെയ്തിരിക്കുക. തെറ്റിച്ചു കളയുന്ന പ്ലാനോസ്, വഴിതെറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ആ വ്യാപാരങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രഥമ ശക്തിയ ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അതിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഹു ഫൂൾസ് എവരിവൺ ഓൺ എർത്ത്. വിഡ്ഢികളാക്കി കളയുക മനുഷ്യനെ, വിഡ്ഢികളാക്കി കളയുക എന്ന് പറഞ്ഞാൽ അപ്പൻ ഏതാണെന്നറിയത്തില്ല, അമ്മ ഏതാണെന്നറിയത്തില്ല. വിഡ്ഢികളാക്കി കളയുക, മനുഷ്യത്വത്തിന്റെ സകല മൂല്യങ്ങളെയും നശിപ്പിക്കുക. ആറ്റിങ്ങലല്ലേ പ്രിയരെ 5 പേരെ അരുങ്കൊല ചെയ്തത് ഒരു വീട്ടിലെ പുത്രൻ? ഇങ്ങനെ എത്ര കാര്യങ്ങൾ. ഒരു പതി കഞ്ചാവിന് വേണ്ടി 14കാരനല്ലേ 30 വയസ്സുള്ള ഒരു മനുഷ്യന്റെ നെഞ്ചത്ത് കുത്തിയിറക്കിയത്? ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നെടുമങ്ങാട്, വെള്ളനാട്, കാട്ടാക്കട, അങ്ങനെ വന്ന് നെയ്യാറ്റങ്കര, അങ്ങനെ കയറി വന്ന്. അപ്പോ ഇന്ന് റോഡ് മുഴുവൻ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയായിരുന്നു. അതില് വെള്ളനാട് ഞങ്ങൾ വന്നപ്പോ ലഹരിക്കെതിരെ പ്രസംഗിക്കുക. അപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവവും അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാം ബാരിക്കേഡ് എല്ലാം തീർത്ത് വെച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് സമയം അവിടെ കിടക്കേണ്ടി വന്നു. ഈ പ്രസംഗം ഒരു 5-6 മിനിറ്റ് എങ്കിലും ഞാൻ കേട്ടു. അപ്പൊ ഒരു വീട്ടിൽ നടന്ന, അത് കേരളത്തിൽ ചർച്ചയായ സംഭവം, ഒരു വീട്ടിൽ നടന്ന സംഭവം. അപ്പൻ, അമ്മ, ഒരു മകൻ. അപ്പൻ ഗൾഫിലാണ്, അമ്മയും മകനും മാത്രമേ വീട്ടിലുള്ളൂ. +2 പഠിക്കുന്നു മകൻ. ഇന്ന് വന്ന വഴിക്ക് ഞാൻ കേട്ട കാര്യം പറയുക. നേരത്തെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ തകർക്കുന്നത്, വിഡ്ഢികളാക്കുന്നത് ഏതു വിധത്തിലാണ് നിങ്ങൾ അറിയണം. അമ്മയും മകന് മാത്രമേ ഉള്ളൂ.
ഒരു സമയത്ത് അമ്മയ്ക്ക് എന്തോ വയറിനകത്ത് പ്രശ്നം. അമ്മ ഒരു ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ ചെന്നു. പല ടെസ്റ്റുകൾ നടത്തി. ഒടുവിൽ ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി. ഡോക്ടർ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു അമ്മയാകാൻ പോകും. അവർ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഡോക്ടർ പതുക്കെ വീട്ടിലെ ഹിസ്റ്ററി അന്വേഷിക്കാൻ നോക്കി. ഒരു മകനേ ഉള്ളൂ. അപ്പൊ അവരുടെ ഡെയിലി ജീവിതം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, എന്നും രാത്രി ഭക്ഷണം കഴിയുമ്പോൾ മകൻ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചൂട് പാല് കാച്ചി കൊടുക്കും. ചൂടുപാല്. അതിനകത്ത് ഉറക്കഗുളിക കൊടുത്താണ് ഈ മകൻ അമ്മയെ ഉറക്കുന്നത്. ഡ്രഗ്സിന്റെ ഇരയായ മകൻ അമ്മയോട് ചെയ്ത കാര്യം എനിക്ക് പരസ്യവേദിയിൽ പറയാൻ പോലും പറ്റുന്നില്ല. എന്തിനാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, അത്ര വികലമായി പോയി തലമുറ. നമ്മളെ ഈ തലമുറയെ 2K കിഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. 2000-ന് ശേഷമുള്ള 2K കിഡ്സ്. ഈ 90 കിഡ്സിനെ കുറിച്ച് പൊട്ടന്മാരെന്നാ വിളിക്കുന്നത്. പക്ഷെ 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ഇങ്ങോട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, ഞാൻ ഈ ദുരന്തങ്ങളെല്ലാം നിരത്തി വെക്കാത്തതാ കേട്ടോ, പറയേണ്ടതാ, പബ്ലിക്കലി തന്നെ പറയേണ്ടതാ. കാരണം ഇതൊക്കെ വാർത്താ ചാനലുകളിലും മറ്റും ചർച്ചയാകുന്നത് കൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. ദുരന്തങ്ങൾ നിങ്ങൾ ആലോചിച്ചേ, എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് 5ാം ക്ലാസ് മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു എന്നോട് പറഞ്ഞു. അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോവും. 5ാം ക്ലാസ് മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ. 9ാം ക്ലാസ്സുകാരി കഞ്ചാവിന്റെ സെയില്. ഇങ്ങനൊരു കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാനോസ് വഴിതെറ്റിക്കുക. അതാ പറഞ്ഞു, who fools everyone on earth. എല്ലാവരെയും വിഡ്ഢികളാക്കുക. 3ാമത്തെ കാര്യം, who lead the whole world into the wrong way. തെറ്റായ ദിശയിലേക്ക്, തെറ്റായ വഴിയിലേക്ക് ജനത്തെ കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4:4 അത് പറയുന്നുണ്ട്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഉണ്ടോ? മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. നന്നായിട്ട് കേട്ടോണം. മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. വീണ്ടും പറയാം, മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ചു കളയുന്ന തന്ത്രം. ഞാൻ വീണ്ടും പറയാം, മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി രാമയം പറഞ്ഞാട്ടെ. ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചതി, തെറ്റിക്കുക, തന്ത്രങ്ങൾ. വെളിപ്പാട് 2:20 പറയുന്നുണ്ട്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഈസബേൽ എന്ന സ്ത്രീയെ എന്നവിടെ വായിക്കുന്നുണ്ട്. ആരാണ് എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്നത്? എന്തിനാ? തെറ്റിച്ചു കളയാൻ. ഞാനതാ പറഞ്ഞ്, ചതിയാണ് ഇതിന്റെ പിന്നിൽ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഈ പഴയ പാമ്പ് കടിച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ തിരിച്ചറിയണം. വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഓരോ സമൂഹത്തെയും ഓരോ വിധത്തിലാണ് വഞ്ചിക്കുന്നത്. യങ്സ്റ്റേഴ്സ്, കൊച്ചുകുഞ്ഞുങ്ങൾ, അവരെ വഞ്ചിക്കുന്നത് ഡ്രഗ്സിലൂടെ, മയക്കുമരുന്നിലൂടെ, അതുപോലെ ലൈംഗിക അരാജകത്വത്തിലൂടെയൊക്കെ ആണെങ്കിൽ, പ്രായമുള്ളവരെ വ്യാജ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് വഞ്ചിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിയണം. തെറ്റിക്കുക. ഓൾറെഡി ഞാൻ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ആ ഭാഗം ഇനിയും കൂടുതൽ വിശദീകരിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ. അപ്പോൾ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികത. പബ്ലിക്കലി അതൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടെ പ്രായത്തിലേക്ക് വരുമ്പോ
വ്യാജ സ്പിരിച്വാലിറ്റി. അത് 2 തെസ്സലോനിക്ക ലേഖനം 2:9 പറയുന്നുണ്ട്. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും 4 കൂട്ടം കാര്യങ്ങളാണ്. വ്യാജമായ ശക്തി, അടയാളങ്ങൾ, വ്യാജമായ അത്ഭുതങ്ങൾ, അനീതിയുടെ സകല വഞ്ചന. നന്നായിട്ട് കേട്ടോണം എന്റെ പ്രിയപ്പെട്ടവരെ. ജീവിതമില്ലാത്തവൻ ഏത് അത്ഭുതം ചെയ്താലും ആ അത്ഭുതത്തിന്റെ പിന്നിലെ ശക്തി വ്യാജ ശക്തിയാണ്. ജീവിതമില്ലാത്തവൻ ഏത് അടയാളം കാണിച്ചാലും ആ അടയാളത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് വ്യാജമായ ശക്തിയാണ്. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതമുള്ള ഒരു വ്യക്തിയിൽ മാത്രമേ ചലിക്കത്തുള്ളൂ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേണം ദുഃഖിപ്പിക്കാൻ പറ്റും. അത് ഏത് വിധത്തിലൊക്കെ ദുഃഖിപ്പിക്കാൻ പറ്റുമെന്നും എഫേസ്യ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വ്യാജം പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അങ്ങനെ പല കാര്യങ്ങളാ. ആത്മാവിനെ കെടുത്തിയാ മതി, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. വളരെ സെൻസിറ്റീവാണ് പരിശുദ്ധാത്മാവ്. എന്നിരിക്കെ പാപം ചെയ്യുന്ന ഒരുവനിൽ പരിശുദ്ധാത്മാവ് ചലിക്കോ? ഒരിക്കലുമില്ല. വ്യഭിചാരിയിൽ പരിശുദ്ധാത്മാവ് ചലിക്കുവോ? ഒരിക്കലുമില്ല. അപ്പൊ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, ദൈവോധനവുമായി പുലബന്ധവുമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന, ആത്മീയതയുടെ വേഷഭൂഷാദികളുള്ള ഒരുവൻ ഒരത്ഭുതം ചെയ്താൽ അത് പരിശുദ്ധാത്മാവിലല്ല, പറയുന്നത് അന്യഭാഷയൊക്കെ ആയിരിക്കും. നിങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടില്ലേ, പോലീസ് സ്റ്റേഷന്റെ ജയിലിനകത്ത് കയ്യിൽ ചങ്ങലയിട്ട് ഭിത്തിയിൽ ചാരിയിരുന്നിട്ട് ഷിബു എസ് നായർ അന്യഭാഷ പറയുക. ഒരു 40 വർഷം സർവീസുള്ള ഒരു പാസ്റ്റർ അന്യഭാഷ പറയുന്നതിനേക്കാൾ ഒഴുക്കോടുകൂടെ. അത് പരിശുദ്ധാത്മാവ് ഷിബുവിന് കൊടുത്തൊന്നുമല്ല. ഇതുപോലുള്ള പ്രസംഗവേദിയിലോ ആരാധനയിലോ ഒക്കെ ആരെങ്കിലും ഒക്കെ പറയുന്ന അന്യഭാഷ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. യൂട്യൂബ് തുറന്നാൽ മതി, മൊത്തവും പ്രാർത്ഥനയാണ്. സ്തോത്രം. ചിലതൊന്നും ഒരു വിവരവും ഇല്ലാത്ത പ്രാർത്ഥനയാണ്, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഹല്ലേലൂയ. ഫേസ്ബുക്ക് തുറന്നാൽ മൊത്തവും പ്രസംഗമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇഷ്ടം പോലെ കേൾക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഒന്നോ കേട്ടതാ. എനിക്ക് തോന്നുന്നു ഷിബു എസ് നായർ ആരെയോ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരാളിന്റെ ആ ശൈലിയെ കൃത്യമായിട്ട് അയാൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കയ്യൽ വിലങ്ങിട്ടോണ്ട് ജയിലിൽ ചാരി ഇരുന്നിട്ട് അന്യഭാഷ പറയുക. അത് വളരെ ഭംഗിയായിട്ട്. അപ്പൊ അന്യഭാഷ പറഞ്ഞെന്നും പറഞ്ഞ് ഒരാൾ ആത്മീകനാകത്തില്ല. അതിന്റെ പിന്നിൽ ചലിക്കുന്ന ശക്തി വ്യാജശക്തിയാണ്. വ്യാജമായ അടയാളങ്ങളാണത്, വ്യാജമായ അത്ഭുതങ്ങളാണ്. തിരിച്ചറിയണം. ഹല്ലേലൂയ.